കവാടത്തിലേക്ക് തന്നെ എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടപടിക്രമങ്ങൾ പോലീസ് ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസിൽ നിർണായകമായ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ക്രമസമാധാന ചുമതലയിലെ നിർണായകമായ പദവികൾ വഹിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹം സംസ്ഥാനത്തിന്റെ 41ാമത് പോലീസ് മേധാവിയായി എത്തുമ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് സംസ്ഥാനത്തേക്ക് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തിരികെ എത്തുന്ന ആദ്യ വ്യക്തി എന്ന ഒരു അപൂർവത കൂടി അദ്ദേഹത്തിന്റെ ഈ കടന്നുവരവിലുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ കൂടി സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ മേധാവിയായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിലാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ്. ഒരുപക്ഷെ IB ഡയറക്ടർ മേധാവിയായേക്കാം എന്ന സൂചനകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. പക്ഷേ അദ്ദേഹം IB സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു സേവനമനുഷ്ഠിക്കുന്ന. ആ പദവിയിൽ നിലവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് കേന്ദ്ര സർക്കാർ കാലാവധി നീട്ടി നൽകിയതോടെയാണ് അദ്ദേഹം IB മേധാവിയാകില്ല എന്ന് ഉറപ്പായത്. അങ്ങനെയാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ പട്ടികയിൽ സീനിയോറിറ്റിയിൽ റാങ്ക് ലിസ്റ്റിൽ രണ്ടാമനായിരുന്ന റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് വർഷം നിർണായകമായി ഈ ചുമതല ഏൽപ്പിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്കറിയാം, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ്. സംസ്ഥാന സർക്കാരിന് ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതാണ് പതിവ്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സർക്കാരിന്റെ താല്പര്യ പട്ടികയിലുള്ള ആളുകളെ പോലീസ് മേധാവിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായി ഫലം കണ്ടില്ല. UPSC ബോർഡ് ഏറ്റവും ഒടുവിൽ നൽകിയ ചുരുക്കപ്പട്ടികയിൽ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, അതോടൊപ്പം യോഗേഷ് ഗുപ്ത, ഈ 3 പേരുകാരായിരുന്നു. അതിൽ നിന്നാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിന്റെ 41ാമത് സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹം വരികയാണ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക്, അതായത് പോലീസ് ആസ്ഥാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പുഷ്പാർച്ചന അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തുകയാണ്. ഇവിടെ മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം പുഷ്പാർച്ചന അർപ്പിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് സല്യൂട്ട് സ്വീകരിച്ച് അദ്ദേഹം പോലീസ് ആസ്ഥാനത്തേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ IPS ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പുഷ്പാർച്ചനയ്ക്കായി എത്തിയിരിക്കുകയാണ്.
ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ ചടങ്ങുകളൊക്കെ ഔദ്യോഗിക ചടങ്ങുകളൊക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇവിടെ നിന്ന് ഇനി സല്യൂട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെ പ്രധാന കവാടത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച ശേഷം ഉദ്യോഗസ്ഥരുടെ സല്യൂട്ട് ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ മടങ്ങുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് അദ്ദേഹം റവാഡ ചന്ദ്രശേഖർ എത്തുകയാണ്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് സാധാരണയായി ചുമതലയേറ്റുമ്പോൾ പരമ്പരാഗതമായി നടത്തുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി സല്യൂട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം അദ്ദേഹം പോലീസ് മേധാവിയുടെ മുറിയിലേക്ക്, ഓഫീസ് മുറിയിലേക്ക് പോകും. അതിന് മുന്നോടിയായി അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസ് മുറിയിലേക്ക് എത്തുകയാണ്. MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന IPS ഉദ്യോഗസ്ഥർ, ADGP MR അജിത് കുമാർ, H വെങ്കടേഷ് ഉൾപ്പെടെയുള്ള, ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ADGPമാർ ഉൾപ്പെടെ അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. അവരോടൊപ്പം അദ്ദേഹം സല്യൂട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രധാന കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ 41ാമത് DGP ആയി റവാഡ ചന്ദ്രശേഖർ IPS ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറായിരിക്കെയാണ് അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം പോലീസ് ആസ്ഥാനത്ത് പരേഡ് പരിശോധിക്കുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇന്നലെ റവാഡ ചന്ദ്രശേഖറിനെ നിയമിച്ചതിനു പിന്നാലെ, നിയമന വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ തന്നെ വിവാദങ്ങളും തലപൊക്കുകയുണ്ടായി. അപ്പോഴും സംസ്ഥാന സർക്കാർ വളരെ ഉറച്ച ബോധ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പദവിയിലേക്ക്, അദ്ദേഹമാണ് അർഹൻ എന്ന നിലയ്ക്കാണ് ഈ പദവിയിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് റവാഡ ചന്ദ്രശേഖർ എത്തുമ്പോൾ അതിനോടൊപ്പം ഒരു വലിയ വിവാദങ്ങളുടെ തിര കൂടി എത്തുന്നില്ലേ? അദ്ദേഹം ആ ചുമതലയിൽ ഇരുന്നു കൊണ്ടെടുക്കുന്ന ഓരോ നടപടിക്രമങ്ങളിലും കൂത്തുപറമ്പ് രക്തസാക്ഷി അല്ലെങ്കിൽ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത നിലപാട്, ASP ആയിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട് കൂടി ചർച്ചകളിലേക്ക് വരുന്ന തരത്തിലാണ് കാര്യങ്ങൾ. അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. CPI ഉൾപ്പെടെ ഈ വിഷയത്തിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് ഇന്നലെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് മേധാവി എന്ന സുപ്രധാനമായ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും സമാനമായ തരത്തിലുള്ള
വിശകലനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും അല്പസമയത്തിനകം പുതിയ സംസ്ഥാന പോലീസ് മേധാവി മാധ്യമങ്ങളെ കണ്ടേക്കും. അദ്ദേഹത്തിന്റെ പോലീസ് നയം ഏത് തരത്തിലായിരിക്കും സേനയെ അദ്ദേഹം നയിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഈ വിവാദങ്ങളിൽ അടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി തെളിയുകയാണ്. അല്പസമയത്തിനകം പുതിയ സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ കോൺഫറൻസ് ഹാളിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക്